ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് മാസ്റ്റർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിജയങ്കർ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാറാണ്, LED സ്റ്റാറുകളാണ്. അപ്പോൾ ഏറ്റവും പുതിയ മോഡലുള്ള ഡയമണ്ട് എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ മോഡലാണ്. അപ്പോൾ ഇതെങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരുപാട് പേരായി ചോദിക്കണേ അപ്പോൾ എങ്ങനെ നിർമ്മിക്കാം, അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ അവിടെ കിട്ടും, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ്, ഈ ഒരു റെസിസ്റ്ററിൻ്റെ പേരെന്താണ്, ഇതിൻ്റെ നമ്പർ എത്രയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് പേരാണ് നമ്മളെ കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആണ്. അതിൽ വരുന്നത് LED ബൾബുകളാണ്. അപ്പോൾ വാം കളർ LEDകളാണ് ഇപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഒരു 112ഓളം LED ബൾബുകളാണ് ഇതിൽ വെക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ വരിയിൽ നമ്മൾ ഈ ഒരു മേളിൽ തന്നെ 1072 LEDകൾ വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ വരിയിൽ ഒരു 17 LED വെച്ച് കൊടുക്കണം. അതേപോലെ തന്നെ പിന്നെ ഒരു വരിയുണ്ട്, മൂന്നാമത്തെ വരിയിൽ ഒരു 12 LEDകളും വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവസാന വരിയുണ്ട്, അതൊരു 11 റൗണ്ടാണ് വരുന്നത്, 11 ബൾബാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ റെസിസ്റ്റർ വെച്ച് കൊടുക്കണം. അപ്പോൾ അതായത് നമ്മുടെ LED സ്റ്റാർ എടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റാറിൻ്റെ ബോർഡ് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് ബൾബുകളാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ബൾബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ LED ബൾബ് ഇത് പ്ലസ് ആയിരിക്കും, ഈ ഒരു കാല് നീളം കൂടിയത് ഇതാണ് പോസിറ്റീവ് വരുന്ന ഈ ഒരു ഇത് നെഗറ്റീവാണ് ഈ ഒരു ബൾബ്. അപ്പോൾ നമ്മൾ പോസിറ്റീവും ഒരു നെഗറ്റീവും അങ്ങനെ ആ ഒരു ശ്രേണിയിലാണ് കൊടുക്കേണ്ടത്, കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം, അപ്പോൾ അറിവില്ലാത്തവർക്കായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൻ്റെ നമ്മൾ ഈ ഒരു പാനലിൻ്റെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഇതിൽ കൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവ് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡിലാണ് നമ്മൾ പോസിറ്റീവ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പോവുക. അപ്പോൾ ഇവിടെ അവസാനം നമുക്ക് നെഗറ്റീവ് ആവും കിട്ടുക. അതേപോലെ തന്നെ ഇതിൻ്റെയും അതുപോലെ തന്നെ ഇതിലും അതേപോലെ തന്നെ കൊടുക്കുക. അതുപോലെ ഈ ഒരു വരിയിൽ നമ്മൾ പോസിറ്റീവ് കൊടുക്കുക. ആദ്യം ഇവിടുന്ന് ഇങ്ങനെ പോസിറ്റീവ് ഇങ്ങനെ കറങ്ങി വന്നിട്ട് അപ്പോൾ ഈ എല്ലാ പോസിറ്റീവും കൂടെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഡയോഡ്, അപ്പോൾ ഇതാണ് ഡയോഡ്. അപ്പോൾ ഈ ഒരു എല്ലാ പോസിറ്റീവും കൂടെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഡയോഡിൻ്റെ ഈ ഒരു റെഡ് വയർ, അതായത് ഈ ഒരു പോസിറ്റീവ് കൊടുക്കേണ്ട ഈ ഒരു കണക്ഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് ഈ ഒരു ഡയോഡിൻ്റെ ഈ ഒരു പോസിറ്റീവ് വയർ കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ വരുന്ന നെഗറ്റീവ് നമുക്ക് ഈ ഒരു നെഗറ്റീവ് ഉണ്ട്, ഈ ഒരു നെഗറ്റീവ് വയറുകളാണ് ഈ വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത്, അതിലേക്ക് കൊടുക്കാം. അതുപോലെ ഈ ഒരു പച്ച കളർ വരുന്നത് നമ്മുടെ പവർ, വീട്ടിലെ പവറിലേക്ക് കൊടുക്കേണ്ട ലൈനാണ്, AC-ലേക്ക് കൊടുക്കേണ്ടതാണ് ഈ ഒരു പച്ച. ഈ ഒരു റെഡ് പോസിറ്റീവ്, അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ബോർഡിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പോസിറ്റീവ് എന്നും അതേപോലെ AC-ന്നും അങ്ങനെ നെഗറ്റീവ് എന്നൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡയോഡ് വരുന്നത്. അപ്പോൾ ഇതിനൊരു സ്വിച്ച് ഉണ്ട്, ചേഞ്ചറും കൂടെയാണ്. അപ്പോൾ ഇതൊന്ന് ഞെക്കി കൊടുത്ത് കഴിഞ്ഞാൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരുവിധം എല്ലാ സ്റ്റാറുകൾക്കൊക്കെ ഈ ഒരു ബോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ LED. അപ്പോൾ അത് ആദ്യത്തെ LED ബൾബ് ഇതായി കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിച്ചോ, ഇതാണ് പോസിറ്റീവ് വരുന്ന ഭാഗം. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പോസിറ്റീവും ആദ്യം തന്നെ നമുക്ക് ആ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഈ ഒരു സൈഡിലേക്ക് പോസിറ്റീവ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കൊടുത്ത് പോവാം. ഇതിലേക്കൂടെ ഒന്ന് ഇട്ടിട്ട് പോവാം. അടിയിൽ കൂടെ ആ ഒരു കാലൊന്ന് വളച്ച് കൊടുത്താൽ മതി. ഈ ബൾബ് അതിൽ കിടന്ന് തിരിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് അങ്ങോട്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ വെച്ച് പോയാൽ മതി. അത്ര വലിയ റിസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാമെന്ന് രീതിയിലുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ തൊഴിലില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സഹായം തന്നെയാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുന്നവരാണെങ്കിലും, വെറുതെ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ചെയ്യാവുന്ന നല്ലൊരു വരുമാനമുള്ള പരിപാടി കൂടിയാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടാത്ത ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനിത് വാങ്ങിച്ചത് കേരളയിൽ നിന്നാണ്, തൃശ്ശൂർ കേരളയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മെറ്റീരിയൽ കിട്ടുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു പാനലുകൾ കിട്ടും. അതേപോലെ തന്നെ അടുത്തുള്ള കടകളിൽ എല്ലായിടത്തും കിട്ടുന്നതാണ് LED ബൾബുകളും അതേപോലെ തന്നെ ഈ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാ കടകളിലും കിട്ടുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പുതിയ മോഡൽ ഈ ഒരു പാനലുകൾ നമുക്ക് എവിടെയും കിട്ടില്ല. അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത്രേ ഉള്ളൂ. ഇനി പഴയ മോഡൽ ബോർഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. അത് കടകളിലാണെങ്കിലും ഒരുപാടുണ്ട്. ഈ പോസിറ്റീവ് വരുന്ന ഭാഗം നോക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതേപോലെ നിറച്ച് കാലുകളാണ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഈ കണക്ഷൻ കൊടുക്കാനായിട്ട് പിരിക്കുമ്പോൾ ബൾബ് ഊരി പോരാണ്ടിരിക്കാനാണ്. ഈ ഒരു ബൾബ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു കാലം അങ്ങോട്ടും ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന്
ഈ ഒരു ബോർഡ് തല തിരിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് സോൾഡർ ഒന്നും ചെയ്യണ്ട, സുഖമായിട്ട് പിരിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇതെല്ലാ ബൾബുകളും കൂടെ 112 ബൾബുകൾ എല്ലാം കൂടെ സോൾഡർ ചെയ്തിട്ടാണ്. അപ്പോൾ സോൾഡർ ചെയ്തിട്ടല്ല, ഇതൊരിക്കലും സോൾഡർ ചെയ്തിട്ടല്ല. ഈ ഒരു ബൾബുകൾ ഒരു 4-5 സ്ഥലത്ത് മാത്രമേ നമുക്ക് സോൾഡർ ചെയ്യാനായിട്ടുണ്ടായിരിക്കുള്ളൂ. അല്ലാതെ ഇതെല്ലാം കൂടെ സോൾഡറിങ് ആണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഈ എല്ലാ ബൾബിൻ്റെ ഈ ഒരു കാലുകൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന ഒരു ഭാഗം തമ്മിൽ വെറുതെ ഒന്ന് ഒരു പിരി അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു പിരി മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. കുറച്ച് LED ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷം LED ഇട്ടിട്ട് കാലുകൾ അങ്ങനെ കണക്ക് സ്പ്ലിറ്റാക്കിയതിന് ശേഷം ഒന്ന് മറച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു കാലുകളൊക്കെ കാണാം. അപ്പോൾ ഇത് തമ്മിലൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നെഗറ്റീവും പോസിറ്റീവും വരുന്ന ഈ ഒരു ഭാഗം ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇതൊന്ന് തിരിച്ചു കൊടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ റെസിസ്റ്റർ എവിടെയാണ് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സംശയമൊന്നും വേണ്ട. നമ്മുടെ റെസിസ്റ്റർ എവിടെ കൊടുക്കേണ്ട, അതിൻ്റെ വാല്യൂ അനുസരിച്ച് എവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ വേണമെങ്കിലും കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ കൊടുക്കാറുണ്ട്, അതിന് ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. ഒരു 3 റെസിസ്റ്ററുകളാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുത്താൽ മതി. അതിനങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ റെസിസ്റ്റർ മാറിപ്പോയി വിചാരിച്ചിട്ട് കത്താണ്ടിരിക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അത് ഒരുപാട് കാലം ഉപയോഗിക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് കേടായി പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതെ, നമ്മളിവിടെ ഇട്ടിരിക്കുന്ന ഡോം LED അപ്പോൾ ഈ ഒരു LED വാം കളറാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള LEDകളൊക്കെ ഇടാം. അപ്പോൾ ഞാനത് ഏതായാലും ഒരു കളർ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ പറഞ്ഞു തരാനും എല്ലാത്തിനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കളർ തന്നെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നിർമ്മിക്കുന്ന ആ ഒരു സ്റ്റാറിൽ റെസിസ്റ്റർ കണക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഉള്ളിലത്തെ ആദ്യത്തെ വരിയിൽ നമ്മൾ 4K7 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസിസ്റ്ററാണ് നമ്മൾ ഘടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലുള്ള റെസിസ്റ്ററുകളൊക്കെയാണ് ഘടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നത് ഈ ഒരു നമ്പറിലുള്ള ഈ വാല്യൂ ഉള്ള റെസിസ്റ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ റെസിസ്റ്റർ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, അതിന് പോസിറ്റീവും നെഗറ്റീവ് ഒന്നുമില്ല. അപ്പോൾ ഉണ്ടായാൽ മതി, ആ ഒരു ഇത്ര ബൾബിൻ്റെ ഇടയിൽ റെസിസ്റ്റർ ഉണ്ടായാൽ മതി. എവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇന്ന ബൾബൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. ഒരു 3 റെസിസ്റ്ററോളം കൊടുത്താൽ മതിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ആദ്യത്തെ വരി ഉള്ളിൽ നമ്മൾ 3 റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റർ മാറിപ്പോയെന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വെളിച്ചക്കുറവ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറേ നാൾ കത്തില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ രണ്ടാമത്തെ വരിയിൽ നമ്മൾ കൊടുക്കുന്നത് 6K8 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസിസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 റെസിസ്റ്ററോളം നമുക്ക് അതിൽ പിരിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറിൻ്റെ അവസാന വരിയിലൊക്കെ നമുക്ക് കൊടുക്കാവുന്ന ഒരു റെസിസ്റ്ററാണ് 1K9 എന്ന് പറഞ്ഞിട്ടുള്ള 1K8 1K9 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു റെസിസ്റ്റർ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു 3 റെസിസ്റ്ററോളം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അതായത് നമ്മുടെ സ്റ്റാറിലേക്ക് വേണ്ട കണക്ഷനുകളൊക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വളരെ സിമ്പിളാണ്. ഒരു 3-4 സ്ഥലത്ത് സോൾഡർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഡയോഡ് എടുക്കാം, ഡയോഡ് ചേസർ, പലരും പല പേരിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ചേസർ എടുക്കാം. അപ്പോൾ ആ ചേസർ ബോർഡ് അതിന് വേണ്ട കണക്ഷനുകളൊക്കെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ബോർഡിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ വേണ്ട കണക്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ AC എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിലെ കറണ്ടിൽ കൊടുക്കേണ്ട 2 വയർ, അതേപോലെ തന്നെ പോസിറ്റീവ്. അപ്പോൾ ഈ എല്ലാ സ്റ്റാറുകൾക്കും ഇത്തരത്തിലുള്ള ബോർഡുകൾ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ട കണക്ഷൻ ആ ഒരു റെഡ് വയർ അതൊരു പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക, അതൊന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ പോസിറ്റീവും കൂടെ കൂട്ടിയിട്ട് ആ ഒരു റെഡ് വയർ കൂട്ടിയിട്ട് ആ ഒരു പോസിറ്റീവാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട എത്ര 4 3 എത്രയാണ് നെഗറ്റീവ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 വരിയിലെ ബൾബ് സ്റ്റാറാണ് എടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു -3 നെഗറ്റീവ് നോക്കിയിട്ട് അതിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ 4 എണ്ണമാണെങ്കിൽ 4 നോക്കി കൊടുക്കുക, 2 എണ്ണമാണെങ്കിൽ 2 എണ്ണം വെച്ച് കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു ചേസർ നമുക്ക് കണക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ പഴയ സ്റ്റാറുകളുടെ ബൾബൊക്കെ പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ തുറക്കുക, അതേപോലെ തന്നെ കറക്റ്റായിട്ട് നോക്കുക, പോസിറ്റീവ് ഒന്നിലേക്കാണ് പോവുക, അതുപോലെ ബൾബ് കറക്റ്റായിട്ട് മാറ്റുക. പോയ ബൾബൊക്കെ കറക്റ്റായിട്ട് മാറ്റി നമുക്ക് ഇത്ര അറിഞ്ഞാൽ തന്നെ കറക്റ്റായിട്ട് മാറ്റി ഉപയോഗിക്കാവുന്നതന്നെ ഉള്ളൂ. അപ്പോൾ LED സ്റ്റാറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഫിക്സൽ LED കാലങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത വീഡിയോ അതൊക്കെ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ അതേ നമ്മുടെ ഒരു സ്റ്റാറിൻ്റെ എല്ലാ കണക്ഷനും കൊടുത്തത് കത്തുന്ന രീതിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റാർ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിലൊരു മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കേട്ടോ.